നമസ്കാരം. ഏത് മുറിയുന്ന തിരുമേനി അവനെ ഒഴിപ്പിക്കണ്ടേ? ആ മുറിയതാ. ഇവരൊക്കെ എന്റെ മക്കളാ. സരിത, സവിത, സംഗീത. ഹൈ, സരിത, സവിത, സംഗീത. അത് ശരി. ഇതൊക്കെ ഇവിടുത്തെ തിയേറ്ററുകളുടെ പേരുകളല്ലേ? വെറുതെയാണോ തിയേറ്ററിലെ ബ്ലാക്കിന് ടിക്കറ്റ് വിലക്കുന്ന റൗഡി ഇവിടെ കിടന്നിങ്ങനെ ചുറ്റിത്തിരിയണത്? ചോദിക്കാനും പറയാനും തിരുമേനിക്ക് ഒരു ഷേണായിസോ ശ്രീധറോ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇവനെ പോലുള്ളവർ ഇവിടെ കിടന്ന് ചുറ്റിക്കളിക്കൂ. ചാക്കോ, അവനെ വിളിക്കേ. എന്ത് വേണം? ഞങ്ങള് എന്താ സാറേ? ഈശ്വര, എന്നാലും എന്റെ തിരുമേനി, ഇത് കോണം പോണ പരിപാടിയായിപ്പോയി. എന്ത് തെറ്റാണ് ഞാൻ നിങ്ങളോട് ചെയ്തത്? ഇവന്റെ ഒരു ഫോട്ടോങ്കിലും കണ്ടിരുന്നെങ്കിൽ ഞാൻ ലീവിലാന്ന് പറയായിരുന്നു. എന്താ സാറേ, എന്നെ കാണാൻ വിളിപ്പിച്ചതാ? അല്ല, അത് ചാക്കോ സാർ, 2 കസേര എടുക്ക. ഇനിയിപ്പോ ഇരുന്ന് സംസാരിക്കാം. കരിഞ്ചന്ത വാസു ബ്ലാക്കിന് ടിക്കറ്റ് വിറ്റ് കിട്ടുന്ന കാശിന് മുഴുവൻ ഭക്ഷണം വാങ്ങിച്ച് കഴിച്ച് അതൊരുട്ടി മസിലാക്കുകയാണല്ലേ? ഇരിക്കല്ലേ? അനധികൃതമായി താനിവിടെ കയറി താമസിക്കുന്നു എന്നും പറഞ്ഞൊരു പരാതി കിട്ടിയിട്ടുണ്ട്. താനിവിടെ താമസിക്കുന്നതിൽ ഇതിന്റെ ഹൗസ് ഓണർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കെട്ടുമ്പാണോടത്ത് ഇവിടുന്ന് പുറത്തു പോകണം. ഇല്ലെങ്കിലോ? എടോ, ഒരു CI അല്ലടോ വന്ന് പറയണത്. CI സാറ് വന്ന വഴിക്ക് പോവാൻ നോക്ക്. പോ, ചെല്ല്. എന്റെ മസിലിന് വെറുതെ പണി ഉണ്ടാക്കരുതേ. എന്താ ചെയ്യാ തിരുമേനി? പോവാൻ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ പോവാന്നല്ലാതെ. ചാക്കോ, ഇവനുപയോഗിച്ച സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തിട. എങ്ങോട്ട് വന്നു? DGPയുടെ സർക്കുലറിലുണ്ടായിരുന്നല്ലോ സാർ, വാഹന പരിശോധന കർശനമാക്കണം. ഞായറാഴ്ചയാണെങ്കിൽ ഇത്തിരി കുറവാണല്ലേ സാർ ട്രാഫിക്? സോറി സാർ. ആ വണ്ടി ഒതുക്കാൻ പറ. അങ്ങോട്ടേക്ക്. സാർ, ഈ കണ്ടെയ്നേഴ്സ് പോർട്ടിലെ ചെക്കിംഗ് കഴിഞ്ഞാലും ബൈപ്പാസിലും പരിശോധിക്കണമെന്ന് സർക്കുലറിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സാർ. ഒതുക്കിയിട്. MLA രത്തൻ സാറിന്റെ വണ്ടിയാ. ചെക്കിംഗ് ഒന്നും വേണ്ട, പെട്ടെന്ന് വിട്ടേക്കെന്ന് വിളിച്ചു പറഞ്ഞിട്ടില്ല സാർ. സാറിന്റെ ഡ്യൂട്ടിയിലുള്ള ആത്മാർത്ഥത പരീക്ഷിക്കുന്നതാണ് സാർ. ചില നേതാക്കന്മാർ ഇങ്ങനെയാ. ഈ ദത്തൻ MLA ഇതിന്റെ ആളാ. കുറച്ച് സാധനങ്ങൾ കയറ്റി അയച്ചിട്ട് വണ്ടി നമ്പർ ഇതാണ് പരിശോധിക്കണമെന്നൊക്കെ പറയും. സാറിന്റെ എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാണ് സാർ. അങ്ങനെയാണോ എന്ന് ദത്തൻ സാറിനോടൊന്ന് വിളിച്ചു ചോദിച്ചാലോ? സാറേ, ദത്തൻ സാറ് പറഞ്ഞിട്ടില്ലായിരുന്നോ? ഇതേ കണ്ടോ സാർ? അതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടിരിക്കുകയല്ലേ. ഇതും കേട്ട് സാറ് ചെക്ക് ചെയ്യാതിരുന്നാലേ തൊപ്പി പറക്കും. ഇപ്പൊ എനിക്ക് മനസ്സിലായി. പേപ്പറൊക്കെ ആയിട്ട് ഇറങ്ങി വാടാ. അല്ല, ഇത് ഇറങ്ങി വാടാ. അത്രയ്ക്ക് കടുപ്പിക്കണ്ട. ഇറങ്ങി വാടാ. ഈ ചാനലുകാർക്ക് എന്താ ഇവിടെ? അവർക്ക് എന്തെങ്കിലും ഒരു വാർത്ത വേണ്ടേ സാർ? സാർ ചെക്ക് ചെയ്യണം.
Chinese toys. പേപ്പറിൽ അങ്ങനെ പലതും കാണും സാർ. കേറി ചെക്ക് ചെയ്യടോ. എന്നാ ഞാനും കൂടി അങ്ങോട്ട്. സാർ, I am very strict and efficient. എമ്മിലോട് ഒന്ന് പറഞ്ഞേക്ക്. എന്തായി? പ്രത്യേകിച്ച് ഒന്നുമില്ല സാർ. എന്നാ പോയിക്കോളൂ. സാറേ പോവാൻ വരട്ടെ. ഡോ ആ സ്പാൻഡറിഞ്ഞ് എടുത്തേ. 12-13. ആ ഇത് തന്നെ. എവിടാ അതിന്റെ കീ? കീ ഇല്ല സാർ. കീ ഇല്ലേ? എടോ നമ്മുടെ ജീപ്പിൽ കമ്പി വല്ല ഇരിപ്പുണ്ടോ? കമ്പി ഉണ്ടാവും സാർ. എടുത്തേ സാർ. സുരേന്ദ്രന്റെ അതേ ടെക്നിക്ക്. എന്താണോ അതൊക്കെ? എനിക്കൊന്നും അറിയില്ല സാർ. അറിയിക്കണം തന്നെ. കൊണ്ടുപോകുന്നേ. കൊച്ചി നഗരത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട. കണ്ടെയ്നറിൽ ഒളിപ്പിച്ചു കടത്തിയ കോടിക്കണക്കിന് രൂപ വില വരുന്ന മയക്കുമരുന്നുകൾ പോലീസ് പിടിച്ചെടുത്തു. ഇത്ര വിദഗ്ധമായി ഓപ്പറേഷൻ നടത്താൻ സാധിച്ചത് എങ്ങനെയാണ് സാർ? ഒരു കമ്പി വലിച്ച് താക്കോലുണ്ടാക്കുക, അതിട്ട് തുറക്കാന്നൊക്കെ പറഞ്ഞാല് ഇത്തരം അറകളിൽ മയക്കുമരുന്ന് കടത്താറുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? ഒക്കെ CA സാജൻ സാറിന്റെ ബുദ്ധിയാ. ഈ ഓപ്പറേഷന്റെ ഫുൾ ക്രെഡിറ്റ് സാറിനുള്ളതാ. സാറ് പറഞ്ഞു, ഞാൻ അനുസരിച്ചു. അത്രേ ഉള്ളൂ. പോയി ചോദിക്കും. സാർ ഒന്ന് ചോദിച്ചോട്ടെ, പോലീസ് എനിക്ക് ആകെ നേട്ടമായി ഈ മയക്കുമരുന്ന് വേട്ടയെ കുറിച്ച് വിശദമായി ഒന്ന് പറയാമോ? കത്തിച്ച് വിട് സാറേ. അല്ല, അത് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കാരണം ദത്തൻ സാർ പറഞ്ഞിട്ടാണല്ലോ. ആരാ ദത്തൻ സാർ? അത് പിന്നെ ദത്തൻ MLA. അദ്ദേഹത്തിന്റെ ബിനാമിയുടേതാണല്ലോ ഈ കണ്ടെയ്നർ. അതായത് ഒരു MLA പോലും തനിക്ക് പേടിയില്ലെന്നാണ് CA സാജൻ സാർ ഇപ്പൊ നിങ്ങളോട് അർത്ഥമാക്കിയത്. ആണോ സാർ? അതെ 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 സാർ. അതെ സാർ. കഴിഞ്ഞോ തന്നെ ഡിമാൻഡ്സ്? ഇല്ല സാർ. ഇനിയും ഉണ്ടോ? ഈ പട്ടിക്ക് മെനു ഉണ്ട് സാർ. അതെല്ലാവർക്കും ഉള്ളതല്ലേ സാർ? എന്റെ പട്ടിയുടെ മെനു ഈ സാർ നോക്കണം. നിന്റെ പട്ടിയുടെ മെനു ഞാൻ നോക്കണമെന്നോ? നിന്റെ തന്റെ വിളിച്ചോണ്ട് കാണിക്കണം. പറഞ്ഞു കേട്ടോ, ഇവന്റെ പട്ടിയുടെ മെനു ഞാൻ നോക്കണമെന്ന്. ഞാൻ ഇതുവരെ എന്റെ മെനു പോലും. സ്റ്റോപ്പ് ഇറ്റ്. തന്റെ മെനു കാണട്ടെ. അയ്യേ, സാറത്തതിക്ക് ചീപ്പാണോ? ഇതാ സാർ. മുട്ട, ഹോർലിക്സ്, ചിക്കൻ, മിൽക്ക്, രാവിലെ. ഇതാണല്ലേ മെനു? ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല. ബട്ടർ, ബീഫ്. സാറേ, സാറേ ഫോൺ. ദൈവമേ, ആ ഉണ്ടവാസം എന്നെ വിളിക്കാന്ന് പറഞ്ഞതാ. ഞാൻ ഇവിടുത്തെ നമ്പറാ കൊടുത്തത്. ഈ പോലീസുകാർക്ക് ഉത്തരവാദിത്തമില്ലെന്ന് വെച്ചാ ഈ അഴിയൊന്ന് പിടിച്ചേ. ഞാനിപ്പോ വരാം. ഹലോ ഉണ്ടവാസാ. സോറി കൊടുക്ക. സാറേ, സാറേ ഫോൺ. സാർ, എന്റെ പേര് രാമകൃഷ്ണൻ. നല്ല പേര്. പേര് പറയാനാ വിളിച്ചേ? ഞങ്ങള് കുറച്ചുനാളെ സ്ഥലത്തുണ്ടാവില്ല. വീട് പൂട്ടി പോവാ. നിങ്ങൾ വീട് പൂട്ടി പോണ്ടതിന് ഞാനെന്ത് ചെയ്യാനാ? വീട് പൂട്ടി പോകുമ്പോ സ്റ്റേഷനെ വിളിച്ചറിയിക്കണം എന്നുള്ള പരസ്യം കാണാറുണ്ട്. അതുകൊണ്ട് വിളിച്ചാ. ഓ അങ്ങനെ. അഡ്രസ് പറ. ഫ്ലാറ്റ് നമ്പർ 12B. ആ, ഒരു മിനിറ്റ്, ഞാനൊന്ന് എഴുതിക്കോട്ടെ. സാർ ചോദിച്ചാ ഞാൻ എഴുതിക്കോളാം. ആ, ഫ്ലാറ്റ് നമ്പർ 12B. ഫ്ലാറ്റ് നമ്പർ 12B. സ്കൈ ലൈൻ. സ്കൈ ലൈൻ, മാവേലിപുരം കോളനി. മാവേലിപുരം കോളനി. സാറേ കറക്റ്റ് സ്പോട്ട് ഒന്ന് ആ, വെച്ചാൽ. കുരിശുപള്ളിക്കപ്പുറോടെ. കുരിശുപള്ളിക്കപ്പുറം. അപ്പൊ ഒരു മാസം അവിടെ ആരും ഉണ്ടാവില്ല. ഒരു മാസം അമ്മടെ പുളുസോ. ആ, ഓക്കെ, ഞാൻ നോക്കിക്കോളാം. എടാ തുറപ്പാ, നീയാണല്ലേ ഇത് എഴുതിയത്? നീ ഒന്ന് മനസ്സിൽ വെച്ചേക്കല്ലേ. മാച്ചോളാ. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. മണ്ടൻ.
അല്ല വായിക്കാറിയാൻ പാടത്തെ ഞാനൊരു മണ്ടനാന്ന് പറഞ്ഞതാ. സാറേ ഉത്സവം കഴിഞ്ഞ് കൊടിയിറങ്ങി, ഞാനങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. പൊയ്ക്കോ സമയങ്ങളല്ലേ. പിന്നെ ആ SI പീതാംബരൻ സാറിന്റെ കയ്യിലിരിക്കുന്ന പോലത്തെ ഒരു മൊബൈൽ ഫോണേ. എന്തിനാ അതുപോലത്തെ ഒരു മൊബൈൽ ഫോൺ? അത് എന്നെ അടിച്ചു തരും ഞാൻ. അതെ, ഇത് ഇവിടുത്തെ പേന ഇവിടെ ഇരിക്കട്ടെ. ഇല്ല ഞാൻ പോകുമ്പോ പാറാവാൻ എന്നെ കള്ളാന്ന് വിളിക്കും. 12B സ്കൈലൈൻ. ഹരിഹരോ, ഒരു നാടൻ ചൊല്ലുണ്ടല്ലോ, വെടിക്കെട്ടുകാരനെ ഉടുക്ക് കൊട്ടി പേടിപ്പിക്കലേ. നീ പേടിക്കും, നിന്നെ ഞാൻ പേടിപ്പിക്കും. എന്താണോ നോക്കുന്നത്? എനിക്ക് പോണോ? ഓടില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാൻ പോവാ. ഇനി പറ, ഈ യൂണിഫോമിൽ തുടരാൻ ഞാൻ ആർക്കൊക്കെയാ പെണ്ണുകുട്ടി കൊടുക്കേണ്ടത്? ആർക്കൊക്കെയാ വിടുവേല ചെയ്യേണ്ടത്? സാറ് പറ, ഞാൻ ചെയ്യാം. താനെന്താ പരിഹസിക്കണോ? അയ്യോ, IPS റാങ്കുള്ള സാറിനെ പോലെയുള്ള ഒരാളെ ഞാൻ എങ്ങനെയാ സാറേ പരിഹസിക്കുന്നത്? പിന്നെ സത്യം പറയാമല്ലോ, എന്റെ പറമ്പിൽ പൊഴിഞ്ഞു വീഴുന്ന നാളികേരത്തിന്റെ തൊണ്ട് വിറ്റാൽ കിട്ടുന്ന പണം മതി എനിക്കും എന്റെ അമ്മയ്ക്കും 3 നേരം പാൽപ്പായസം കുടിച്ച് ജീവിക്കാൻ. അതുകൊണ്ട് വരട്ടരുത്. വല്ലവരുടെ കയ്യിൽ നിന്നും വല്ലതും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ സാർ അതങ്ങ് തിരിച്ചു കൊടുത്തേര്. സാറിന് ആവശ്യമുള്ളത് എന്നോട് പറയാൻ ഞാൻ തരാം. പറഞ്ഞു തീർന്നിട്ടില്ല. എന്നേക്കാൾ അധികാരമുള്ള സാറിന്റെ റാങ്കും നക്ഷത്രങ്ങളും വെച്ച് അന്വേഷണത്തിന് തടസ്സം നിൽക്കാനോ എന്നെ സ്ഥലം മാറ്റാനോ ആണ് ഭാവമെങ്കിൽ ആ മുട്ട് ഞാൻ തന്നെ ഓടിക്കും. അതെ, ഈ യൂണിഫോം അയച്ചു വെച്ചൊരു ലുങ്കി മടക്കി കുത്തിയാലുണ്ടല്ലോ, ഞാൻ തനി തെറ്റയാ തറ. സാല്യൂട്ട് ചെയ്യുന്ന സുഖമായിരിക്കില്ല. ദാ ഇതുകൊണ്ടൊന്ന് കവളത്ത് കിട്ടിയ നല്ല ബെസ്റ്റ് ഇടിയാനിരിക്കും, ഒരു ദാക്ഷിണ്യമില്ലാത്ത ഇടി. അതുകൊണ്ട് ഇതെന്റെ ശരീരത്തിൽ നിന്നും പോകാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പൊ സാറിന്. കണ്ടോ, താൻ പോലും അറിയാതെ തന്റെ കാറ്റ് പോകും. തിരുനെറ്റിയിലെ മർമ്മക്കൂമ്പ് നോക്കി ഒറ്റ കുത്ത. വേണ്ട, വേണോ വേണ്ടോ എന്ന് ഇയാൾ തീരുമാനിക്കട്ടെ. നിന്റെ ഈ വാഴപ്പിണ്ടി നട്ടലുണ്ടല്ലോ, അതിനകത്തൊരു നാരുണ്ട്, സുഷുമ്ന നാടി. അതിങ്ങനെ ചൂണ്ടുവരലെ ചുറ്റി ചുറ്റി വലിച്ചിങ്ങി പൊട്ടിച്ചെടുക്കും ഞാൻ. പിന്നെ കൊല്ലാനും കൊല്ലിക്കാനും പോയിട്ട് നിവർന്നു നിന്ന് മുള്ളാൻ പോലും പൊങ്ങുകയല്ല മാമച്ചന്റെ ഈ നാറിയ തടി. തൽക്കാലം ഇത് തന്റെ കണക്റ്റിക്കെട്ടിനകത്തോട്ട് വെച്ചു. വല്ലാതെ വെടിവെക്കാൻ മുട്ടുമ്പോ എടുത്ത് പ്രയോഗിച്ചാൽ മതി.